യു ഓൾവേസ് ഹാവ് എ സ്റ്റോറി ഇൻ ദാറ്റ്. ആ സ്റ്റോറീസ് സ്വന്തം ആലോചിച്ചുണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കണ്ട് ഇൻസ്പിറേഷൻസ് ആണോ ഉണ്ടാവാറ്? സ്റ്റോറീസ് എനിക്ക് തോന്നുന്നു നമ്മൾ ആസ് എ ക്രിയേറ്റർ, ആസ് എ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് ആണെങ്കിലും അതൊരു സ്റ്റോറിയാണല്ലോ. ഇപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് തോന്നുന്നു കഥ പറച്ചിൽ, സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പരിപാടി. ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചോളം ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിലാണ് എക്സൈറ്റ്മെൻ്റ് ഉള്ളത്. അതൊരു പക്ഷേ ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഇടുന്നുണ്ട്. അതൊരു ഒരു ആർട്ടാണ്. ഒരു ക്ലീഷായിട്ട് ആൾക്കാർ പറയുന്ന സാധനമാണല്ലോ കുക്കിംഗ് ഈസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. ശരി തന്നെയാണ് സംഭവം. ഹലോ ആൻഡ് വെൽക്കം ടു QCDA ടോക്സ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജിനാസ്. ജിനാസിനെ പറ്റി പറയുമ്പോൾ ജിനാസ് ഇസ് ദ ഫൗണ്ടർ ഓഫ് ഇംഗ്ലീഷ് ഹൗസ്. അതേപോലെ ഹി ഈസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ടു. വെൽക്കം ടു QCDA ടോക്സ് ജിനാസ്. താങ്ക് യു. ഓക്കെ, അപ്പം എനിക്ക് ഫസ്റ്റ് തന്നെ ചോദിക്കാനുള്ളത്, നമ്മൾ ഇംഗ്ലീഷ് ഹൗസ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഓൺടർപ്രണർഷിപ്പ് എന്നുള്ളത്. ഞാൻ ആദ്യം ജിനാസിനെ മീറ്റ് ചെയ്യുമ്പം ഐ ഹാവ് മെറ്റ് യു ആസ് എ ക്രിയേറ്റർ. അപ്പോൾ ആ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് വരാനുണ്ടായിരുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തായിരുന്നു വിച്ച് മെയ്ഡ് യു കം ഇൻ ടു ദാറ്റ് ക്രിയേറ്റീവ് ഫീൽഡ്? ഞാൻ ചെറുപ്പം മുതലേ ഒരു ക്രിയേഷൻ എന്നുള്ള പറഞ്ഞ പരിപാടിയിലാണ് എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ളത്. പിന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ചിത്രം വര, അതുപോലെ എന്തെങ്കിലും ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്ന പരിപാടികൾ, അതൊക്കെ തന്നെയായിരുന്നു പരിപാടി. സോ ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ വിത്ത് മീ. ദാറ്റ്സ് വാട്ട് ഐ റിമെമ്പർ. ഓക്കെ, അപ്പോൾ ഈ സ്ക്രിബിളിങ്ങിലോട്ടും അത് തന്നെ ആയിരുന്നു വിച്ച് മെയ്ഡ് യു കം ഇൻ ടു ഓൾ ദോസ് തിങ്സ്? ആർട്ട് ചെറുപ്പം മുതലേ എൻ്റെ ഒരു മെയിൻ പാഷൻ ആർട്ടായിരുന്നു. അതായത് വരയ്ക്കാന്നുള്ള പരിപാടി, പെയിൻറ്റിങ്, വര, കാർട്ടൂൺ, അങ്ങനെ സംഭവങ്ങൾ. അപ്പോൾ അത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ചെയ്യുമ്പോഴാണ് ഒരു എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും ഉള്ളത്. അത് ബന്ധപ്പെട്ട സംഭവങ്ങൾ. സ്ക്രിബിളിങ്ങിൻ്റെ കൂടെ തന്നെ നറേഷനും കൂടെ ഉണ്ടല്ലോ. യു ഓൾവേസ് ഹാവ് എ സ്റ്റോറി. വെറുതെ റാൻഡം ഒരു സാധനം എടുത്ത് വരയ്ക്കുക അങ്ങനെയല്ല ഞാൻ കണ്ടിട്ടുള്ളത്. യു ഓൾവേസ് ഹാവ് എ സ്റ്റോറി ഇൻ ദാറ്റ്. ആ സ്റ്റോറീസ് സ്വന്തം ആലോചിച്ചുണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കണ്ട് ഇൻസ്പിറേഷൻസ് ആണോ ഉണ്ടാവാറ്? സ്റ്റോറീസ് എനിക്ക് തോന്നുന്നു നമ്മൾ ആസ് എ ക്രിയേറ്റർ, ആസ് എ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് ആണെങ്കിലും അതൊരു സ്റ്റോറിയാണല്ലോ. ഇപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് തോന്നുന്നു കഥ പറച്ചിൽ, സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പരിപാടി. പെയിൻറ്റിങ് ആണെങ്കിലും കാർട്ടൂൺ ആണെങ്കിലും ഇപ്പോൾ ഒരു വ്ളോഗ് ആണെങ്കിലും ഒക്കെ കഥ പറച്ചിലാണല്ലോ. സോ കഥ ഒരു ക്രിയേഷൻ്റെ ഒരു സോളാന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് നാച്ചുറലി നമ്മൾ അഡോപ്റ്റ് ചെയ്തായിരിക്കും. നമ്മൾ കഥകൾ കേൾക്കുകയും അതായിരിക്കും. അതെനിക്ക് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ സ്റ്റോറി ഹാസ് ഓൾവേസ് ബീൻ വിത്ത് മീ ആൻഡ് സ്റ്റോറി സംതിങ് ദാറ്റ് ഗിവ്സ് സോൾ ഇൻ ടു എൻ ആർട്ട് എന്ന് തോന്നുന്നു. ഇപ്പം ഇംഗ്ലീഷ് ഹൗസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ കോണ്ടന്റുകൾ യു ഹാവ് ബീൻ ക്രിയേറ്റിംഗ്. അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ക്ലയന്റ് ആണ്, നമ്മുടെ ടീമാണെങ്കിലും യൂസ് ടു ഹാവ് സംതിങ് ഇൻ ദിസ്. ആദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും നമുക്കൊരു ടീമിനെക്കാട്ടിലും നമ്മളായിരിക്കും ഫുള്ളി പുട്ട് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് പുട്ട് ഇൻ ടു ഫോക്കസ് ചെയ്യുന്നത്? അതായത് എങ്ങനെയാണ് അതിലോട്ട് എത്തുക? കോണ്ടന്റ് ക്രിയേഷൻ ക്ലിയർ ആയി. അതായത് ഇപ്പം ഇംഗ്ലീഷ് ഹൗസിന് വേണ്ടിയിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വാട്ട് കംസ് ടു യുവർ മൈൻഡ് while giving something towards a client? ഇംഗ്ലീഷ് ഹൗസിൻ്റെ കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻഫോർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്. അത് 3-4 വർഷത്തോളമായി നമ്മൾ ആ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അത് ബേസിക്കലി ആളുകളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വിച്ച് ഇസ് ത്രൂ എൻ്റർടൈൻമെൻറ്റ്. ആൻഡ് അതിലൂടെ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ പുറത്ത് നമ്മൾ ഇൻ ഹൗസ് ടീം തന്നെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ സ്കിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തോടെയാണ്. വിച്ച് ഹാസ് ബീൻ ഇൻസ്പയർഡ് ബൈ ലോട്ട് ഓഫ് പീപ്പിൾ ദീസ് ഡേയ്സ്, വിച്ച് വി റിയലി പ്രൗഡ് ഓഫ്. ഓക്കെ, ഫൈൻ. ഇനിയിപ്പോൾ റീസെൻ്റ്ലി ഞാൻ വന്ന് കണ്ടുപരിചയമുള്ള ഒരു സാധനമാണ് ഫ്ലേവേഴ്സ് ഓഫ് ജിനാസ്. അപ്പം ജിനാസ് ബീങ് എ ക്രിയേറ്റർ ഫുഡിലോട്ടും കൂടെ നിൽക്കാനുള്ള പരിപാടിയാണോ, അല്ലെങ്കിൽ വാട്ട് വാസ് ദ ഷിഫ്റ്റ് വിച്ച് കെയിം ഇൻ ടു ദാറ്റ്? നല്ല ചോദ്യം. ഞാനിപ്പോൾ ഒരാഴ്ച കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഒന്നുമില്ല. കൊച്ചിയിൽ ഞാൻ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് ക്രിയേറ്റീവ് പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഹോട്ടൽ ഭക്ഷണം 2-3 ആഴ്ച ഞാൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അത് കുറച്ച് പ്രശ്നമാണ്. കാരണം നമ്മൾ മടുക്കും, പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഹാവിങ് ലൈക്ക് ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു കുക്ക് വീട്ടിലുണ്ടാകും കൂടി ചെയ്യുമ്പോൾ. എൻ്റെ ഉമ്മ നല്ല കുക്കാണ്. അപ്പം ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം നമ്മളെ ഹാപ്പിനെസ്, നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മൾ പീസ് ഓഫ് മൈൻഡിനൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനൊരു മോട്ടിവേഷൻ ഉണ്ടാകുക എന്നുള്ളൂടെയാണ്. രാവിലെ എണീച്ചിട്ട് നമുക്ക് ഒക്കെ കിച്ചണിൽ പോയിട്ട് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കുക, അത് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് കൂടിയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറേ ഹാപ്പി ആവും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ആദ്യം ചോറ് വെക്കാൻ പഠിച്ചു, പിന്നെ ചെറുപയർ കറി ഉപ്പരി വെക്കാൻ പഠിച്ചു, പിന്നെ മീൻ കറി ഉണ്ടാക്കാൻ പഠിച്ചു, മീൻ പൊരിക്കാൻ പഠിച്ചു, പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചു,
പഠിച്ചു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് ആക്കാൻ പഠിച്ചു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവിടെ നിന്നൊക്കെ വിളിച്ചും യൂട്യൂബ് നോക്കിയൊക്കെ പഠിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ആ പ്രോസസ്സ് കുറച്ച് എക്സൈറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പേജൊക്കെ തുടങ്ങി. അതാകുമ്പോൾ നമുക്കൊരു സോഷ്യൽ അക്കൗണ്ടബിലിറ്റി കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നാളെ ഇപ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇപ്പോൾ ഇനി പുതിയ ഉണ്ടാക്കാൻ പോകുന്നു. അതെന്തായാലും നമുക്ക് ഒരു മലയുടെ മുകളിലൊക്കെ കയറിയിട്ട് യു ആർ ഹാവിങ് സം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിലേക്കും എല്ലാത്തിലോട്ടും കാല് വെക്കാനുള്ള ഒരു പ്ലാൻ തന്നെയാണ്. അല്ല, എനിക്ക് തോന്നുന്നത് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചോളം ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിലാണ് എക്സൈറ്റ്മെന്റ് ഉള്ളത്. അതൊരു പക്ഷേ ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഇടുന്നുണ്ട്. അതൊരു ആർട്ടാണ്. ഒരു ക്ലീഷേ ആയിട്ട് ആൾക്കാർ പറയുന്ന സാധനമാണല്ലോ, കുക്കിംഗ് ഇസ് ആൻ ആർട്ട് എന്ന് പറയുന്നത്. ശരി തന്നെയാണ് സംഭവം. നമ്മളൊരു സാധനം ഉണ്ടാക്കി നമ്മുടേതായിട്ടുള്ള സംഭവം നമുക്ക് കോപ്പി ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ളവർ ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഓരോ ഡിഷ് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും പുതിയൊരു സാധനം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പച്ചക്കറിയൊക്കെ വെച്ച് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എൻ്റെ അടുത്തൊരു ഷെഫ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേറൊരു ഷെഫ് പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും പുതിയ എന്തെങ്കിലും ഒരു സംഭവം, ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടാക്കിയാൽ ചിലപ്പം പാളിപ്പോവും, ചിലപ്പോൾ ഒരു പുതിയൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അവർ വരുന്നൊരു പുതിയ ക്രിയേഷൻ ഉണ്ടല്ലോ, ആൾക്കാർ ഉണ്ടാക്കിയ സാധനത്തിൽ നിന്ന് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഒരു പുതിയ സാധനം ഉണ്ടാകുമ്പോൾ കിട്ടുന്നൊരു കിക്കാണ് ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന കിക്ക്. അപ്പോൾ ഞാൻ ഈ മലൻ്റെ മുകളിൽ പോയ സംബന്ധിച്ചാൽ ഒരു 1-2 വർഷം മുമ്പ് എൻ്റെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു മലൻ്റെ മുകളിൽ പോയിട്ട് അവിടുന്ന് ഈ ഡിഷ് ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് റീൽസ് ആക്കിയിട്ട് ഈ അടുത്ത അവസരം കിട്ടിയപ്പോൾ പേജിലിട്ടുന്നേ ഉള്ളൂ. മുമ്പ് നടന്ന സംഭവമാണത്. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരു എന്താ പറയുക, കണ്ടന്റ് റൈറ്റർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം കണ്ടന്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനം വരാറുണ്ട്. അത് വരുമ്പോഴാണോ യു യൂസ് ടു ചേഞ്ച് തിങ്സ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് പോകുന്ന സാധനങ്ങളാണോ? ലൈക്ക് കണ്ടന്റ് ബ്ലോക്ക് എല്ലാവർക്കും വരും, സ്പെഷ്യലി ക്രിയേറ്റേഴ്സിന്റെ കേസിൽ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് അതിന് മൂന്നും എന്താ പറയുക തിരിച്ചു വരാറ്? ഐ മീൻ ക്രിയേറ്റീവ് ബ്ലോക്ക്, കോണ്ടന്റ് ബ്ലോക്ക്, അതൊക്കെ ലൈക്ക് സർവ്വസാധാരണമായിട്ട് ഉണ്ടാവും. എനിക്ക് ഉണ്ടാവാറുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ചിലപ്പം ഞാൻ ഒന്നിൽ ഒരു സംഭവം, ഇപ്പോൾ ആർട്ട് ഇപ്പോൾ വരയ്ക്കുക എന്നുള്ളൊരു പരിപാടിയിൽ മാത്രം ഞാൻ ഒരിക്കലും അതിലിങ്ങനെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ അതായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ, എഡിറ്റിംഗ് എനിക്ക് ഇഷ്ടമാണ്, സിനിമാറ്റോഗ്രാഫി ഇഷ്ടമാണ്, അതുപോലെ എഴുതാൻ ഇഷ്ടമാണ്, അതുപോലെ വരയ്ക്കാൻ ഇഷ്ടമാണ് പറഞ്ഞ പോലെ. പിന്നെ ഓൺടർപ്രണർഷിപ്പ് ഇഷ്ടമാണ്, ലീഡർഷിപ്പ്, ക്ലാസ് എടുക്കൽ പരിപാടികളൊക്കെ ഇഷ്ടമാണ്. ഇല്ല പിന്നെ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഒന്ന് തന്നെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ പറഞ്ഞ പോലെ എന്താണ് ഈ ക്രിയേറ്റീവ് ബ്ലോക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ബോറടിക്കുമ്പോൾ ഒന്നിലേക്ക് പോകാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാവാനുള്ള ഒരു മെയിൻ റീസൺ നമ്മളെ ബ്രെയിനിൽ ഇൻപുട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഒരു റൈറ്റർ ആണെങ്കിൽ, ഒരു സിനിമ എഴുതുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം സിനിമകൾ കാണുകയും പിന്നെ റൈറ്റേഴ്സിനോട് ഇൻ്റർവ്യൂസ് കാണുകയും, അല്ലെങ്കിൽ പിന്നെ റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ തലച്ചോറിലേക്ക് ഞാൻ എക്സ്പോസ്ഡ് ആയിട്ടില്ലെങ്കിൽ എനിക്ക് ബ്ലോക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു പ്രോപ്പർ റീസേർച്ച് ഉണ്ടാവും. എക്സാക്ട്ലി, ഈ റിസർച്ചും നമ്മൾ എക്സ്പോഷർ വേണം. നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഇപ്പോൾ നതാശ ഇപ്പോൾ ഇവിടെ ഓണ്ടർപ്രണർ ആണെങ്കിൽ നതാശ ഓണ്ടർപ്രണേഴ്സുമായിട്ടുള്ള നെറ്റ്വർക്കുമായിട്ട് എപ്പോഴും എക്സ്പോസ്ഡ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നതാശ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ അതാണ് നമ്മൾ എന്തെങ്കിലും ബ്ലോക്ക് വരാതിരിക്കാനുള്ള റീസൺ ഈസ് ടു ബി എക്സ്പോസ് ടു ദാറ്റ് എൻവയൺമെന്റ് ആൻഡ് ഇൻപുട്ട് കയറ്റി കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഹൗസിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണോ ടോക്കിയോ എന്നുള്ളത്? വാട്ട് ഇസ് ദിസ്? അല്ല, ടോക്കിയോ ഇസ് എൻ്റയർലി ഡിഫറെൻറ്റ് പ്രൊജക്റ്റ്. അത് ഒരു മൾട്ടി ലിംഗ്വൽ, ഒരുപാട് വേൾഡിലുള്ള ഒരുപാട് ലാംഗ്വേജസ് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളൊരു ഇൻറ്റൻഷൻ്റെ മിഷൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. കോയമ്പത്തൂരാണ് അതിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പിന്നെ ഓഫീസ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ അത് വൈ ദാറ്റ് നെയിം ടോക്കിയോ? അത് ലൈക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ടോക്ക് ഇംഗ്ലീഷ് ഓൺലൈൻ എന്നുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ ഇറ്റ്സ് നത്തിങ് ബട്ട് എൻ ഐഡന്റിറ്റി എന്നുള്ളൊരു മോഡിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ടോക്കിയോ എന്നുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പേരാണ് ഇപ്പം ടോക്കിയോ എന്നുള്ള പേരാണെങ്കിലും ഇപ്പോൾ അതേപോലെ ഇപ്പോൾ റീസെന്റ് ചെയ്ത ആ വീഡിയോന്റെ അകത്ത് യു ആർ യൂസിങ് എ ഫ്രേസ് ഓവർ ദേർ, ആ ഫുഡ് ഉണ്ടാക്കുന്നത് ഫുഡ് വെഞ്ചർ. എങ്ങനെയാണ് അതിലോട്ട് എത്തുന്നത്? നാച്ചുറലി വരുന്നതാണ്. അതായത് ഫുഡ് ഇപ്പോൾ നമ്മൾ വെക്കേഷൻ അത് ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളുണ്ടാക്കും എന്തെങ്കിലും ഒരു പുതിയ സാധനം, ഒരു പുതുമ ഉള്ള എന്തിലൊരു ഫ്രഷ്നെസ്സും പുതിയതും കൊണ്ടുവരുമ്പോഴാണല്ലോ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉള്ളത്. ആൾക്കാർക്ക് എക്സൈറ്റ്മെന്റ് വേറെ. അപ്പം ഫുഡും അഡ്വഞ്ചറും ഒരുമിച്ച് എന്തുകൊണ്ട് ഫുഡ് വെഞ്ചർ ആക്കിക്കൂടാ എന്നുള്ള ചോദ്യത്തിന് പുറത്ത് നമ്മൾ ലിമിറ്റ് ചെയ്യാതെ ചിന്തിക്കുന്നതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ സ്റ്റേക്കേഷൻ എന്ന് പറയാറില്ലേ, വർക്കേഷൻ എന്ന് പറയാറില്ലേ, വെക്കേഷനും വർക്കും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള അതൊക്കെ അങ്ങ് വരുന്നതാണ്. ഓക്കെ, അപ്പം ഈ ലിമിറ്റ് ചെയ്യാണ്ട് തിങ്ക് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ജോബ് റോളിൽ ഇരിക്കുമ്പം നമ്മൾ എപ്പോഴും നമുക്കൊരു ബോർഡർ ലൈൻ നമ്മൾ കീപ്പ് ചെയ്യില്ലേ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്തായാലും കീപ്പ് ചെയ്യും. ആ സാധനത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ ഔട്ട് ഓഫ് ദി ബോക്സ് നമ്മൾ തിങ്ക് ചെയ്യും? അതിപ്പോൾ ആൾക്കാർ അറിയാനുണ്ട്, you should be either a jack of all trades or a master of none എന്ന് പറയാറുണ്ട്. Definitely. I would say
ഐ തിങ്ക് ഐ എം ഹാപ്പി ടു ബി എ മാസ്റ്റർ ഓഫ് നൺ എന്ന് വരെ ഞാൻ പറഞ്ഞു പോകാറുണ്ട്. ഇപ്പോഴും ഞാൻ അത് ഡിസ്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. എനിക്ക് അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ദ വൺ തിങ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ലൈക്ക് യു ക്യാൻ ഓൺലി ബി എ മാസ്റ്റർ ഓഫ് വൺ തിങ്. ബിക്കോസ് ലൈക്ക് ബീങ് എ മാസ്റ്റർ ഓഫ് സംതിങ് റിക്വയർസ് ഇയേഴ്സ് ഓഫ്. കണ്ടന്റ് ക്രിയേഷന്റെ കേസ് പറഞ്ഞപ്പം യു ഹാവ് ബീൻ ഇൻടു ദിസ്, യു ഹാവ് ബീൻ ഇൻടു ദാറ്റ്. പക്ഷെ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അതിൽ തന്നെ നിൽക്കുമ്പോഴല്ലേ വിൽ ബി ഹാവിങ് സം കൈൻഡ് ഓഫ് കോൺസെൻട്രേഷൻ. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്. അത് ലൈക്ക് ശരിക്കും വേണം ഫോക്കസ്ഡ് ആയി. അതൊരു പെർസ്പെക്റ്റീവ് ആണ്. യു ഷുഡ് ബി ഫോക്കസ്ഡ് അറ്റ് വൺ തിങ് ഫോർ എ ലോങ് ടൈം ഇൻ ഓർഡർ ടു ഹാവ് എൻ എക്സ്പെർട്ട് ഇൻ ദാറ്റ്. ദാറ്റ്സ് എ റിയാലിറ്റി. പക്ഷേ ലൈക്ക് എന്താ പറയുക, ബീങ് എൻ ആർട്ടിസ്റ്റ് എന്നെ സംബന്ധിച്ചോളം റൈറ്റ് നൗ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ലൈക്ക് വാട്ട് ലൈഫ് ഡിമാൻഡ്സ് ഫ്രം യു എന്നുള്ളതാണ്. ഐ ഡോണ്ട് തിങ്ക് മൈ ലൈഫ് കറൻ്റ്ലി ഡിമാൻഡ്സ് an expertise in one thing or a success in a particular field, but rather my life demands peace and well-being. That's the only thing that my life demands from me. Okay. So what I focus on right now is just my peace of mind and well-being as an individual, as a human, and doing what makes me happy and content is what I am only focusing on right now. If you ask me, ഞാനൊരു നല്ലൊരു ആർട്ടിസ്റ്റ്, ഡിജിറ്റൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ സക്സസ്ഫുൾ ആണെന്ന് വെച്ചാൽ I wouldn't say I am successful in it, but I'm currently satisfied with my skill set, and if I want to convey an emotion through an artwork, I'm ready, I'm confident, I have the skill set to do that എന്നുള്ള സാധനമുണ്ട്. പിന്നെ അതിന് എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ട്രൈ എന്നുള്ളൊരു സംഭവമാണ് ലൈക്ക് ബേസിക്കലി. പക്ഷെ നല്ലത് ടു ദ വേൾഡ് അതൊരു പെർസ്പെക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ബട്ട് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ഒരു എക്സാമ്പിളാണ്. അതുപോലെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ വെൻ യു ഹാവ് ദറ്റ് പെർസ്പെക്റ്റീവ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ സ്കില്ലുകൾ കുറച്ചറിയാമെന്ന് വിചാരിക്കുക. മേ ബി യു ബിക്കം എ ഗുഡ് ലീഡർ ഇൻ എ ക്രിയേറ്റീവ് ഫീൽഡ്. ഒരു ഡയറക്ടറെ സംബന്ധിച്ചോളം കുറേ ടാലന്റ് എന്താണെന്നൊരു ഐഡിയ ഉണ്ടാകുമ്പോൾ അതിന് പ്രോസും കോൺസും ഉണ്ട്. ഐ തിങ്ക് ഐ ജസ്റ്റ് ടേക്ക് ദ പോസിറ്റീവ് സൈഡ്സ് ഓഫ് ഇറ്റ് ആൻഡ് ഐ എം സ്റ്റിൽ ആസ്കിംഗ് ദറ്റ് ക്വസ്റ്റ്യൻ ടു മൈ സെൽഫ്, വൈ ആർ യു നോട്ട് ഫോക്കസിംഗ് ഓൺ വൺ തിങ്. ഓക്കെ, അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു, ആൻഡ് അറ്റ് ദ സെയിം യു ആർ ആൻ ഓണ്ടർപ്രണർ ടു. എങ്ങനെ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നു? അത് അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു. Yeah, like that's a very good question. I have an answer to that, which is discipline. അതായത് എന്നെ സംബന്ധിച്ചോളം എൻ്റെ മനസ്സും എൻ്റെ ജീവിതം ഒന്നും അത്ര ഡിസിപ്ലിൻഡ് ആയിരുന്നില്ല. എനിക്ക് തോന്നുന്ന സമയത്ത് വർക്ക് ചെയ്യുക, തോന്നുന്ന സമയത്ത് എൻ്റെ ഒരു ഇൻറ്റേർണൽ എനർജി അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന രീതിയായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി ദർ ഇസ് എ പ്രോബ്ലം ഇൻ ദാറ്റ്. അപ്പോൾ ഞാനിപ്പോൾ കൊച്ചി പോയതിനൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിസിപ്ലിൻ സെറ്റാക്കുക, മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിസിപ്ലിൻഡ് ആവാനുള്ള സാധനം. നമ്മളെ ജീവിതം എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് നമ്മളെ ശരീരവും മനസ്സും പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലേക്ക് മാറ്റുക. ഇൻ അതർ വേർഡ്സ് ഐ വുഡ് സേ ഐ എം ട്രൈങ് ഓർ ഐ എം ട്രാൻസ്ഫോമിങ് മൈ സെൽഫ് ടു ബി എ സ്ലേവ് ഓഫ് മൈ ഡിസിപ്ലിൻ ആൻഡ് മൈ ഗോൾസ് ആൻഡ് പർപ്പസ് ഇൻ ലൈഫ്. അതാണ് അതിപ്പോൾ നമ്മൾ ലൈഫിൽ ഓരോ ജേണിയാണല്ലോ. ഐ എം ജസ്റ്റ് 26 years old right now. This is what I understood about life. I have not always been right. ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയെന്ന് എനിക്ക് വിശ്വാസമല്ല. ഇപ്പം ലൈക്ക് റിയലൈസേഷൻസ് വരുന്നു, അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നു. സോ പാർട്ട് ഓഫ് ദാറ്റ് വി ചേഞ്ച്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫൈൻ. ഇനിയിപ്പം ഒരു കണ്ടന്റ് ക്രിയേഷനിലോട്ട് അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പിലോട്ട് വരുന്ന ആരെങ്കിലും ഇത് കാണുവാണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് വൺ അഡ്വൈസ് ദാറ്റ് യു വുഡ് ലവ് ടു ഗിവ് ടു ദം? ടു ദ ക്രിയേറ്റർ എന്നുള്ള രീതിയിലാണോ? ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഇഫ് someone is interested to come, what will be the advice that you will be giving to them? But ഒരു അഡ്വൈസ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആണ്. പക്ഷേ കുറേ അഡ്വൈസുകൾ, പക്ഷേ definitely what is your advice? These are the advices that I give to myself on a daily basis. That's another thing. ക്രിയേറ്ററെ സംബന്ധിച്ചോളം ലൈക്ക് എന്താ പറയുക, ഒന്നുമില്ല, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പരിപാടി. രാവിലെ എണീക്കുക, ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് ഇഫ് യു വാണ്ട് ടു ബിക്കം an artist and you want to excel in that field, wake up in the morning, grab your sketchbook, draw something, draw imperfect, ugly stuff that comes എന്നുള്ളതാണ്. നമ്മളതിൻ്റെ റിസൾട്ട് വെച്ച് കഴിഞ്ഞിട്ട് ലൈക്ക് ഓരോ ദിവസവും ഇത്ര സ്റ്റാൻഡേർഡ്സിൽ ഇത്ര അടിപൊളിയാക്കി ചെയ്യണം എന്നുള്ളൊരു പ്രോസസ്സ് അല്ല. ബട്ട് അത് ആ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ഒരു പീസ് കണ്ടുപിടിക്കുക. ഒരു വര എങ്ങനെ പോകുമ്പം ആ വര എങ്ങനെ പോകുന്നത് ഒബ്സർവ് ചെയ്യുക. അത് പോകുന്നത് എവിടെ എത്തിയിട്ട് പിന്നെ സന്തോഷിക്കാൻ കാത്തിക്കാതെ ആ വരൻ്റെ ജേണി എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളൊരു സാധനം. ഏറ്റവും അവസാനത്തെ ഗോളിലേക്ക് അല്ലാതെ ഓരോരോ പോയിന്റിലും എക്സാക്ട്ലി. ഇപ്പോൾ ഒരു റീൽസ്, ഇപ്പോൾ യു വാണ്ട് ടു ബിക്കം an influencer, ഒരു ഡാൻസറാന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഡാൻസിൻ്റെ രസമൊന്നും ഉണ്ടാവില്ല. ഇതൊരു കുറച്ചൊരു ക്ലിഷേ മോട്ടിവേഷൻ പോലെ സൗണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ മീൻസേ നമ്മളതിൽ കമൻസും ലൈക്കും വ്യൂവും കൗണ്ട് ചെയ്യുന്നതിന് പകരം ആ പ്രോസസ്സ് അത്ര എളുപ്പമല്ല ഇപ്പോൾ പരിപാടി. പക്ഷെ അത് വിശ്വസിച്ചേ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഞാനിപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഞാനത് ആക്ച്വലി അറിയാതെ നമ്മൾ മാനിപ്പുലേറ്റഡ് ആയി പോകും. ഇതിപ്പോൾ പബ്ലിഷ് ചെയ്തിട്ട് റീൽസ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത്ര വ്യൂ കിട്ടി, ഇത്ര കമൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടേക്കാണ് നമ്മൾ ഫോക്കസ് പോകുന്നത്. അത് മാറ്റിയിട്ട് നോ,
ഞാൻ ചില സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇല്ല ഇതൊന്നും വീഡിയോ എടുക്കുന്നില്ല, ഞാനിത് കുക്ക് ചെയ്ത് അത് എൻജോയ് ചെയ്ത് അത് കഴിച്ച് അവിടെ നിർത്താൻ പോകാന്നുള്ള ചിന്തിക്കുന്നുണ്ട്. ആദ്യം ഇത് പോസ്റ്റ് ചെയ്യല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ സോഷ്യൽ അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം ഞാനിത് അത് എൻജോയ് ചെയ്യാനും കഴിക്കുന്നതിന് പകരം മെല്ലെ മെല്ലെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി പോകുന്നുണ്ട്. അവിടെ ഫുഡ് ഒന്നാവില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അതാണ് നമ്മൾ ഈ സോഷ്യൽ വാലിഡേഷൻ നമുക്ക് ഭയങ്കര സീനാണ്. അത് നമ്മൾ അറിയാതെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും. അത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവും, എനിക്കുണ്ടാവും. നമ്മളൊക്കെ സ്റ്റോറി ഇടുന്നു, പോസ്റ്റ് ഇടുന്നൊക്കെ വി വാണ്ട് ടു ബി വാലിഡേറ്റഡ് ആൻഡ് വി നീഡ് അറ്റൻഷൻ ഫ്രം പീപ്പിൾ. അതൊക്കെ വേറെ എന്തെങ്കിലും അഡ്വൈസസ് ലൈക്ക് ടു, കാരണം ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാവുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ തന്നെ പവറിനെ, അതായത് നമ്മുടെ സ്ട്രെങ്ത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഐ എം മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ് ദിസ്, പക്ഷേ എനിക്ക് എങ്ങനെ അത് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഹാവ് ടു റീച്ച് ഓവർ ദെയർ എന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ലൈക്ക് ഹാവ് ടു മാനേജ് ദോസ് തിങ്സ്, സിറ്റുവേഷൻസ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഒന്ന്, ഡോണ്ട് കോംപ്ലിക്കേറ്റ് ദിസ് എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സമയത്തോളം ആർക്കും ആർട്ടിസ്റ്റ് ആവാൻ പറ്റും, ക്രിയേറ്റർ ആവാൻ പറ്റും. ഒന്ന്, ബി എക്സ്പോസ്ഡ് ടു ക്രിയേറ്റിവിറ്റി, നമ്പർ 1. 2, ഓൾവേസ് ഡൂ തിങ്സ്, ഡോണ്ട് തിങ്ക് ലെസ് ഡൂ മോർ എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. ചെയ്തുകൊണ്ടേ ഇരിക്കുക മാക്സിമം കാര്യങ്ങൾ എല്ലാ ദിവസവും. യു ഗെറ്റ് യുവർ സെൽഫ് എൻഗേജ്. നമ്മൾ പറയുന്ന സമയത്തോളം എത്ര കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് എക്സ്പെക്റ്റ് നാച്ചുറലി ഉണ്ടാവും. വളരെ കോമൺ പ്രിൻസിപ്പിളാണ് അത്. പിന്നെ ഇത് രണ്ടോ മെയിനായിട്ടുള്ളത്. ബി എക്സ്പോസ്ഡ് ടു ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിയേറ്റ്. ഈ സംഭവമാണ്. As a typical content creator, how does your day goes? I am not a typical content creator. വേണ്ട, ഒരു content creator എന്നുള്ള രീതിയിൽ. I'm kidding. I'm very typical content creator. Okay. എങ്ങനെയാണ് how does your day goes? Day goes. Basically, ഞാൻ നേരത്തെ പറഞ്ഞു ഡിസിപ്ലിൻ എന്നുള്ളൊരു സാധനം വേണം. അപ്പം എങ്ങനെയാണ് ഇതിനിങ്ങനെ മാനേജ് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നടക്കാറുണ്ടോ എന്നുള്ളതും കൂടെയാണ്. അത് ഭയങ്കര നല്ല ചോദ്യമാണ്. ഞാൻ പൊതുവേ ഞാൻ ലൂസാക്കി ഞാൻ എൻ്റെ ഒരു മൂഡ് അനുസരിച്ചിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും നടക്കില്ല. പക്ഷേ ഇപ്പം ഞാൻ ലൈക്ക് എന്താ പറഞ്ഞാൽ എനിക്കൊരു പ്ലാനിങ് ഉണ്ടാവാറുണ്ട്. നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി വ്യക്തമായ ധാരണ എനിക്കുണ്ട്. ഐ ക്രിയേറ്റ് ടു ഡു ലിസ്റ്റ്. അതുപോലെ ഐ ഡു ജേർണൽ ബിഫോർ ഗോയിങ് ടു ബെഡ്. സോ ഐ ബി ഹാവിങ് എ പ്ലാൻ. വാട്ട് ഡിഡ് ഐ ഡു ടുഡേ, വാട്ട് ഐ നീഡ് ടു ഡു ടുമോറോ, ആൻഡ് വാട്ട് ആർ ദ തിങ്സ്, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഐ നീഡ് ടു എൻഗേജ് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നുള്ള കാര്യത്തിലൊരു ക്ലാരിറ്റി പണ്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ക്ലാരിറ്റി വരുത്തി. ഡിസിപ്ലിൻ ആണ് ഇത് ചോദ്യത്തിന് ഉത്തരം എനിക്ക് തോന്നുന്നു. ലൈക്ക് യു ഷുഡ് ബി ഡിസിപ്ലിൻ. യു ഷുഡ് ഹാവ് പ്ലാൻ ആൻഡ് ഐഡിയ വാട്ട് യു ഗോയിങ് ടു ഡു ആൻഡ് ഹൗ യു സ്പെൻഡിങ് യുവർ എനർജി ആൻഡ് ടൈം. Okay, ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ പൊതുവിൽ കേൾക്കുന്ന ഒരു സാധനം there is no discipline for that particular person. കാരണം according to him he will be working, അവൻ എന്താണോ അന്ന് തോന്നുന്നത് അതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ആ ഒരു മൂഡ് വെച്ചിട്ട് ഒരു കാരണവശാലും ഒരു കമ്പനിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ഹാവിങ് എ പ്രോബ്ലം. ഐ തിങ്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അത് നല്ല ചോദ്യമാണ്, ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്. എനിക്കതിലൊരു ഒരു പ്രോപ്പർ ക്ലിയർ ആൻസർ ഇല്ല, അണ്ടർലൈൻഡ് ആൻസർ ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ചില ദിവസം എനിക്ക് രാത്രിയാണ് ഭയങ്കര ക്രിയേറ്റീവ് എനർജി. ടു ബി ഓണസ്റ്റ്, രാത്രി ഞാൻ ഹൈപ്പർ എനർജി ആയിരിക്കും. ഞാനിപ്പോൾ എഡിറ്റിങ്ങിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഐ എഡിറ്റ് ടിൽ മോർണിംഗ്. ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ഇഫ് ഐ എം റൈറ്റിംഗ് ഐ റൈറ്റ് ടിൽ മോർണിംഗ്. ഐ ഹാവ് ഹൈപ്പർ ഫോക്കസ് ഇൻ ദ നൈറ്റ്. പക്ഷേ ദ ഹോൾ വേൾഡ് ഈസ് അവെയ്ക്ക് ഡ്യൂറിങ് ദ ഡേ. അപ്പോൾ ഞാൻ ഒരു സമ്മൺ ഹു വർക്ക്സ് ഇൻ എ ടീം, ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ എനർജി മാത്രം നോക്കിയിട്ട് രാത്രി വർക്ക് ചെയ്യാൻ പറ്റില്ല. കുറേ ഓൺട്രപ്രണറാണ് ഞാൻ, അതുപോലെ ക്രിയേറ്റർ ആണെന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വർക്കൗട്ട് ആവില്ല. അത് നമ്മളതിനനുസരിച്ചിട്ടുള്ള എൻ്റെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. പക്ഷേ ഒരു റൈറ്റർ ആണെങ്കിൽ അയാൾക്ക് പ്രശ്നമില്ലല്ലോ. അയാൾക്ക് ഡിസിപ്ലിൻ അയാൾ എനർജി അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് എവ്രി വൺ ഹാസ് ടു ഫിഗർ ഔട്ട് ബൈ ദംസെൽസ്. അതാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷ് ഹൗസ് എന്നുള്ളൊരു സാധനം ചെയ്യുന്ന സമയത്ത് വൈ വാസ് ദാറ്റ് പെർട്ടിക്കുലർ സർവീസ് വാസ് കൺസിഡേർഡ് ടു മേക്ക് ഇറ്റ് ഇൻ ടു ഓൺടർപ്രണർഷിപ്പ്? ലൈക്ക് ഒരുപാട് സാധനങ്ങളുള്ള സമയത്ത് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് എന്നുള്ളൊരു ലാംഗ്വേജ് ക്യാൻ ബി ടോട്ട് ടു പീപ്പിൾ എന്നുള്ളൊരു ഐഡിയ മൈൻഡിലോട്ട് വന്നത്? I think it was also like it happened in a flow. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് I was a tuition teacher, which I did for pocket money, and I kept doing it, and I kind of got some sort of an interest in it, and people started demanding it. I kept doing it because I wanted money, and I was getting a pleasure out of it, and then it became English House one day, and still English House is going on. Yeah, that's the story actually. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ, ഒരു ബ്രാൻഡിന് നമ്മളൊരു അംബാസിഡർ വെക്കുന്നതും അതിന്റെ തന്നെ ഓൺടർപ്രണേഴ്സ് അതിന്റെ ഫേസ് ആവണം തമ്മിലുള്ള ഒരു ചേഞ്ച് യു മസ്റ്റ് ഹാവ് നോട്ടീസ്ഡ് ഇറ്റ്. എന്താണ് വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് ഇൻ ദാറ്റ്? I would say it's a good thing to become a face of a brand by yourself. If it's your company, you should be it face. It will be an added advantage because ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അംബാസഡർ can only be a brand ambassador for a period of time. പക്ഷേ നമ്മൾ we will always be there throughout the life of that brand.
സോ നമ്മൾ അതിൻ്റെ ഫേസ് ആയി നിൽക്കുന്നത് നല്ലതാണ്. നമ്മൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ അറിയപ്പെടും, പിന്നെ നമ്മളെ ഫേസ് ചെയ്തിട്ട് അറ്റാച്ച് ആകുന്നത് നല്ല കാര്യമാണല്ലോ. സോ ഇഫ് യു കുഡ് ഡു ദാറ്റ്, ഐ വുഡ് പ്രിഫർ ദാറ്റ്. നോട്ട് ഓൺലി ദാറ്റ് ബട്ട് മോർ ദാൻ ഞാൻ പറയില്ല. ലൈക്ക് ഇപ്പോൾ മമ്മൂട്ടി ലൈക്ക് ഒരു ഗുഡ് വിൽ ഉള്ളൊരു ഫേസ് ആണ്. ആ ഫേസിനെ കമ്പനിയായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണം കമ്പനിക്ക് ഉണ്ടാവും. അതില്ലാന്നും അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. അലോങ് വിത്ത് ദാറ്റ് യു കുഡ് ഡു ദാറ്റ്. ഓക്കെ, മറ്റേത് കുറച്ചും കൂടെ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ നമ്മുടെ ഫേസ് എന്താണ്, ആ ബ്രാൻഡ് എന്താണ് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരുന്നുകൊണ്ടിരിക്കും. അതെ അതെ അതെ. ഓക്കെ, ഇനി വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം കണ്ടന്റ് ക്രിയേഷന്റെ കേസിൽ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റുകൾക്ക് എപ്പോഴും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോണ്ടന്റ് ഏതാണ്, ലൈക്ക് വിച്ച് യു മെയ്ഡ്, അല്ലെങ്കിൽ വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ വിച്ച് മെയ്ഡ് ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് എ കോണ്ടന്റ്? അത് ഐ ഹാഡ് മെയ്ഡ് എ വീഡിയോ in which I was writing a letter to myself when I was broke emotionally ഒരു 6 to 7 years ago. അത് ഡിഗ്രിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ലോസ്റ്റായി നിൽക്കുന്ന ഒരു പോയിന്റിൽ എൻ്റെ ഇമോഷൻസ്, എനിക്ക് എന്നോട് തന്നെ പറയാനുള്ള കാര്യങ്ങൾ, എൻ്റെ മനസ്സാക്ഷിയോട് ജെന്യൂനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ സ്കെച്ച് ചെയ്തിട്ട് പറഞ്ഞ ഒരു മനസ്സാക്ഷിക്ക് ഒരു കത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ വീഡിയോസ് ദാറ്റ് ഈസ് സ്റ്റിൽ ലൈക്ക് ഞാൻ ചെറിയ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിലൊരു പ്യുവർ ഇമോഷൻ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു, മേ ബി. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കണ്ടന്റ് ക്രിയേഷനിലോട്ടാണ് പോയത്, മോർ ദാൻ ഇൻ ടു ആൻ ഓൺടർപ്രണർഷിപ്പ്. എനിവേസ് ഐ വാസ് ഹാവിങ് എ ഗുഡ് ടൈം, കാരണം ഞാനും ബീയിങ് എ ഓൺടർപ്രണർ പ്ലസ് അതേപോലെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ കൂടെയാണ്. എനിവേസ് ഐ തിങ്ക് ദാറ്റ് ഈ ഒരു അഡ്വൈസസും സാധനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ചോദിച്ചോട്ടെ? ഡെഫിനറ്റ്ലി. ഓക്കെ, വാട്ട് എക്സൈറ്റ്സ് യു ആസ് എ ക്രിയേറ്റർ? എനിക്ക് ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ ഡസൻ ഓൾവേസ് മീൻസ് ദാറ്റ് റൈറ്റിംഗ് സംതിങ്, അതല്ല. എനിക്ക് കൂടുതലും ഐ ലവ് ടു ടോക്ക്, അതാണ് എൻ്റെ ഫസ്റ്റ് തിങ്. നറേഷൻ ഇസ് എ ആഡഡ് അഡ്വാൻറ്റേജ് വിച്ച് ഐ ഓൾവേസ് കൺസിഡർ. മുന്നിലിരിക്കുന്ന ഒരാളെ ഞാനൊരു കാരണവശാലും മടുപ്പിക്കത്തില്ല. അപ്പം അത് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള സാധനമാണ് വെൻ ഇറ്റ് കംസ് ടു കണ്ടന്റ് ക്രിയേഷൻ. നമ്മൾ ജന്മന കിട്ടുന്ന എന്തെങ്കിലും ചെറിയ സംഭവങ്ങളില്ലേ, ഇപ്പം ബീങ് ടോക്കറ്റീവ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങൾ മുകളിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ആർട്ട് വർക്ക് സംഭവങ്ങൾ, ക്രിയേറ്റീവ് പ്രോസസ്സ്, അതിനെപ്പറ്റി എന്താ അങ്ങനെ തോന്നുന്നത്? ഷുഡ് പീപ്പിൾ പെർസ്യൂ ദാറ്റ്? ഡെഫിനറ്റ്ലി, അതല്ലേ നമുക്ക് അവർക്ക് കൂടുതൽ എക്സൽ ചെയ്യാൻ പറ്റുക. കാരണം ബാക്കിയുള്ള നമ്മൾ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന സാധനമാണ്. ഇത് ഓൾറെഡി ഉള്ള സാധനത്തിന് ബ്രഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷൈൻ ഔട്ട്. അപ്പൊ എന്തായാലും ഞാൻ അതിലെപ്പോഴും ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്ന ഒരാളാണ്. കോണ്ടന്റ് റൈറ്റർ ആണല്ലേ? ഇൻ എ വേ കണ്ടന്റ് റൈറ്റിങ്ങിനെക്കാട്ടിലും ഇപ്പോൾ കുറച്ചും കൂടെ സ്ട്രാറ്റജിയിലാണ് നിൽക്കുന്നത്. കാരണം റൈറ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉപയോഗിക്കാതെ ഐ ഗെസ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു പൾസ് എനിക്കില്ല. പക്ഷേ സ്ട്രാറ്റജീൻ്റെ കേസിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം കുറച്ചും കൂടെ അതിലാണ് ഒബ്സർവേഷൻസ് പോകുന്നത് റൈറ്റിങ്ങിനെക്കാട്ടിലും. നോട്ട് ടു പ്ലേ വിത്ത് ദ വേർഡ്സ്, പക്ഷേ കോൺസെപ്റ്റ്സ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. പണ്ട് ഒരു ടൈം ഉണ്ടായിട്ടുണ്ട്, അതായത് ഏതെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി പോകുന്ന അങ്ങനത്തെ ഒരു ടൈം. ഞാൻ എപ്പോഴും ക്രൗഡിലിരുന്ന് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് സിറ്റിംഗ് അലോൺ. എപ്പോഴും അങ്ങനെ ഒരു 5 മിനിറ്റ് മിണ്ടാണ്ടിരുന്നാൽ എന്നെ ആരോ കൊന്ന ഫീലൊക്കെ എനിക്ക് ഉണ്ടാവുക. ഞാൻ ഏറ്റവും കൂടുതൽ ഹേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ലൈക്ക് സിറ്റിംഗ് അലോൺ ആൻഡ് ഡൂയിങ് തിങ്സ് അലോൺ. ഐ വോണ്ട് പീപ്പിൾ അറൗണ്ട്. ഐ എം എ പീപ്പിൾ പേഴ്സൺ. അപ്പം എപ്പോഴും അങ്ങനെയാണ് താല്പര്യം. ജെന്യൂനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഇപ്പം കോണ്ടന്റ് ക്രിയേഷനും സ്ട്രാറ്റജിയും ഒരു ആർട്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ ആർട്ടിൽ, നിങ്ങൾ ചെയ്യുന്ന ആർട്ടിൽ ഏറ്റവും എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു പ്രോസസ്സ്, ഒരു പോയിന്റ് ഓഫ് ഒരു ഏരിയ എന്താണ്? സ്ട്രാറ്റജിന്റെ കേസിലാണോ? എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു കിക്ക് കിട്ടല്? കിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ റെസ്പോൺസ് ആണ് എപ്പോഴും കിക്ക് കിട്ടുക. ഉണ്ടാക്കുന്ന സാധനത്തിനെക്കാട്ടിലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്, ഒന്നെങ്കിൽ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ റെസ്പോൺസ്, അല്ലെങ്കിൽ നമ്മൾ ടീം മെമ്പേഴ്സിനായിട്ട് ഡിസ്കസ് ചെയ്യും, അത് കൊള്ളാലോ, സാധനം സെറ്റാണല്ലോ എന്ന് അവരുടെ റെസ്പോൺസ് കേൾക്കുമ്പോൾ ഓക്കെ ഞാൻ വിചാരിച്ച സാധനം കത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോഴാണ് ഒരു കിക്ക് എന്ന് പറഞ്ഞൊരു എലമെന്റ് വരുന്നത്. ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിലും എന്താ പറയുക, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഐ ഗോട്ട് ഫ്രം യു. എനിക്കറിയില്ല എൻ്റെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. QCD ടോക്സിൻ്റെ അകത്ത് വന്നതിലും പോസിബിളി പറ്റുകയാണെങ്കിൽ വിൽ സിറ്റ് അഗെയിൻ. നമുക്ക് കൂടുതൽ വലിയ രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.